സാന്ദ്രാനന്ദാപബോധാത്മകമനുപമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 34ാമത്തെ ദശകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 34ഉം 35ഉം രണ്ട് ദശകത്തിലെ രാമായണ കഥയാണ് പറയണത്. ആദ്യത്തെ ദശകത്തിലെ ഹനുമാനുമായിട്ട് കാണുന്നത് വരെ ഉള്ള രംഗങ്ങളും തുടർന്ന് അവിടുന്ന് അങ്ങോട്ട് ഉള്ള ഭാഗം. അവസാനത്തെ രണ്ട് ശ്ലോകത്തിൽ ഉത്തരരാമായണം ചെറുതായിട്ട് പറഞ്ഞു. ഉത്തരരാമായണം വിസ്തരിച്ചിട്ടില്ല. ശരിക്കും എന്താ വെച്ചാൽ ഭംഗിയായിട്ടുള്ള 20 ശ്ലോകം ശ്രദ്ധര വൃത്തത്തിൽ. ആദ്യത്തെ ശ്രദ്ധരയാണ്, രണ്ടാമത്തെ ശ്രദ്ധരേനെയാണ്. രണ്ടും ശ്രദ്ധരേനെയാണ്. ശ്രദ്ധര വൃത്തമാകും നാഭിശത്രുഘ്നാംന ശ്രദ്ധര വൃത്തമാകും. അപ്പോൾ ഭംഗിയായിട്ടുള്ള 20 ശ്ലോകങ്ങളെ കൊണ്ട് രാമായണം സംഗ്രഹിച്ചിരിക്കുന്നു. എനിക്കിതെല്ലാവരും കേൾക്കേണ്ടത് എന്താ വെച്ചാൽ രാമായണം എങ്ങനെ ചുരുക്കി പറയാം, പ്രധാന കാര്യങ്ങൾ വിടാതെ പറയും വേണ്ടേ. അതിന് നല്ലൊരു മാർഗ്ഗമാണ് ഈ നാരായണീയം. ഒരുപാട് ആൾക്കാരുണ്ട് അത് 2 ദശകം കാണാപ്പാഠം പഠിച്ച് ചെല്ലണവർ. അപ്പോൾ രാമായണം മുഴുവൻ ദിവസവും ചെല്ലിയ ബലം കിട്ടുന്നതാണ്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ രാമാവതാരം വരെയാണ്. ഗീർവാണേരത്യമാനോ ദശമുഖനിധനം കോസലേ ശിഷ്യശൃംഗേ പുത്രീയാമിട്ടിമിട്വാ ദദുഷി ദശരഥക്ഷ്മാമൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വഭിതിതമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാഭിശത്രുഘ്നനാംനാ. ഗീർവാണൈരർത്ഥ്യമാന. ഗീർവാണൈ എന്ന് പറഞ്ഞാൽ ദേവന്മാരാൽ, പാസീവ് വോയിസാണ്. ദേവന്മാരാൽ ഗീർവാണൈ അർത്ഥ്യമാന അപേക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന്. എന്താ അപേക്ഷിച്ചത് അവർ? ദശമുഖ നിധനം, രാവണ നിഗ്രഹം. ബൻ ലോകത്തിൽ മുഴുവൻ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവനെ വധിച്ചു തരണേ ഭഗവാനെ. വേറെ മാർഗ്ഗമില്ല, ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് ജനിക്കണം. മനുഷ്യനല്ലാണ്ട് ആരെയും രാവണനെ കൊല്ലാൻ സാധ്യമല്ല. മാനുഷേണ മരണം. എന്ത് മനുഷ്യനെ ഒഴിവാക്കിയത്? മനുഷ്യന് എന്ത് ചെയ്യാനപ്പോൾ തന്നോട്? ഇന്ദ്രന് തോൽക്കാൻ പറ്റില്ല, ദേവന്മാർക്ക് തോൽക്കാൻ പറ്റില്ല, ഗന്ധർവന്മാർക്കോ ദാനവന്മാർക്കോ തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നെയല്ലേ നിസ്സാരനായിട്ടുള്ള മനുഷ്യൻ. അപ്പം മനുഷ്യനെ പൊതുവെ അവഗണിച്ചു രാവണൻ. അതുകൊണ്ട് ദേവന്മാർ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അല്ലെങ്കിൽ സർവേശ്വര അങ്ങ് തന്നെ ഒരു മനുഷ്യനായിട്ട് അവതരിച്ച് ഇവനെ വധിക്കണം. ഗീർവാണേർ ദേവന്മാരാൽ ദശമുഖ നിധനം അർത്ഥ്യമാന. രാവണവധം പ്രാർത്ഥിക്കപ്പെട്ട സമയത്തിങ്കൽ. ഇവിടെ കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിട്ടിമിട്വാ ദദുഷി ദശരഥക്ഷ്മാമൃതേ പായസാഗ്ര്യം. അപ്പോൾ തന്നെയാണ് ദശരഥ മഹാരാജാവിന് പുത്രനില്ല എന്ന ദുഃഖം, അനപത്യ ദുഃഖം വളരെയേറെ ഉണ്ടായി. ഇല്ലാത്തവർക്കല്ലേ ഇപ്പോൾ ആ ദുഃഖം അറിയുള്ളൂ, ഉള്ളവർക്കറിയോ? ഓരോ ദുഃഖവും അങ്ങനെ തന്നെയാണല്ലേ, അവനവന് വരുമ്പോഴാണല്ലോ അറിയാം. കോസലേഷു, കോസല രാജ്യം വലിയൊരു സാമ്രാജ്യമാണ്, അതിൻ്റെ ഭാഗമാണ് അയോധ്യ. കോസല രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അയോധ്യ. എല്ലാത്തിനെ പര്യായമായിട്ട് പറയുന്നത് ശരിയല്ല. വലിയ സാമ്രാജ്യമുണ്ട്, ഒരുപാട് അതിരുകളുള്ള സാമ്രാജ്യമാണ് കോസലം. അതിൻ്റെ ഭാഗമാണ് എന്ത്? അയോധ്യ. അയോധ്യ ഒരു നഗരം മാത്രമാണ്. അയോധ്യാധിപനായിരുന്നില്ല ദശരഥനൊന്നും, കോസലത്തിൻ്റെ അധിപനാണ്. അവിടെ എങ്ങനെ പിരിക്കുക? കോസലേഷു പ്ലസ് ഋഷ്യശൃംഗേ. കോസലേഷു പ്ലസ് ഋഷ്യശൃംഗേ. ശല്യമലേശ്വര ബുദ്ധിമുട്ടുണ്ട്. കോസലേഷൃഷ്യശൃംഗേ. കോസലേ ഷൃ എന്ന് പറയണം. ഷു പ്ലസ് ഋ, ഷൃ. ഇത്തിരി ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോസലേഷൃ. ഋ എന്നല്ല ഷൂ എന്നല്ല, രണ്ടും ജന. ഷൃ
കോസലേഷു ഋഷ്യശിങ്കേ. കോസലേഷു പ്ലസ് ഋഷ്യശിങ്കേ കോസലേ ഋഷ്യശിങ്കേ കോസലേഷൃശിങ്കേ. നാവിന് ലേശം പണിയാണ്. കോസലേഷു ശിങ്കേ. ഷ്യശിങ്കേ എന്നും കൂടി ചെയ്താൽ ശിങ്കേ എന്നാവുള്ളൂ. അപ്പം കോസല രാജ്യത്ത് പുത്രനില്ലാത്തത് കാരണം ഋഷ്യശിങ്കനാൽ പുത്രകാമേഷ്ടി നടത്തപ്പെട്ട സമയത്തിങ്കൽ ഋഷ്യശിങ്കേ പുത്രിയാം ഇഷ്ടിമിഷ്ട്വാ ദദുഷി. ഇഷ്ടി എന്ന് പറഞ്ഞാൽ പുത്രകാമേഷ്ടി. ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം, അതിൻ്റെ ചെറിയ ഒരു രൂപമാണ് ഇഷ്ടി. വലിയ രൂപമാകുമ്പോൾ യാഗം എന്ന് പറയും. കുറേയും കൂടി വലിയ ഇതാവുമ്പോൾ സത്രം എന്ന് പറയും. മൂന്നും ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വ്യാപ്തിക്ക് വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയുടെ ഉദ്ദേശത്ത് നടത്തുന്നത് ഇഷ്ടി, ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തെ നടത്തുന്നത് യാഗം, ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് നടത്തുന്നതോ സത്രം. ഇതാണ് പൊതുവെ അതിൻ്റെ ഒരു വ്യത്യാസം. വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചുരുക്കി പറയാച്ചാൽ ഇതാണ് നടത്തും. ഇവിടെ ദശരഥന് പുത്രലാഭം ഉണ്ടാവാനാണ് നടത്തിയതെന്നാണ് ഇഷ്ടി എന്ന് പറയുന്നത്. ഇഷ്ടികകൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇഷ്ടിയിൽ ചിലർ പറയും. അതിനർത്ഥം ഇഷ്ടി എന്ന് പറയും. ഇഷ്ടിക ഇല്ലാണ്ട് യാഗം നടക്കില്ല, ഹോമകുണ്ടം ഉണ്ടാക്കണ്ടേ. ഇഷ്ട്വ യജിച്ചിട്ട് ക്രിയ. ഇഷ്ടി നൗണ്, ഇഷ്ട്വ ക്രിയ. ആ പുത്രകാമേഷ്ടി ആരെ കൊണ്ടുവന്നു? ഋഷ്യശിങ്കനെ കൊണ്ടുവന്നു. അങ്ങനെയാണ് വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തതിന് പറ്റിയ ഒരു ആചാര്യൻ ഋഷ്യശിങ്കനാണ്. ഇപ്പം പണ്ട് രോമപാത മഹാരാജാവിൻ്റെ സാമ്രാജ്യത്തിൽ മഴ പെയ്യാതെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടാണ് മഴ പെയ്യിച്ചത്. ഒക്കെ വൈശാലി എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഋഷ്യശിങ്കനെ ശാന്ത വിവാഹം കഴിച്ചു. ശാന്ത ആരാ വെച്ചാൽ രോമപാതൻ്റെ മകള്. അവിടെ കൂടുകയാണ് ഋഷ്യശിങ്കൻ. കാട്ടിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന ഋഷ്യശിങ്കൻ ഇപ്പം എവിടെയായി? രോമപാത രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഭാര്യ വീട്ടിൽ താമസിക്കുക. അങ്ങ് പണ്ടും ഉണ്ട് കേട്ടോ. പക്ഷേ രോമപാതന് വലിയ കാര്യമാണ്, അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവാണ്ട് സുഖമായിട്ട് അദ്ദേഹത്തെ ആദരവോട് കൂടിയിട്ടാണ് കഴിഞ്ഞിരുന്നത്. അവിടുന്നാണ് ഈ ഋഷ്യശിങ്കനെ കൊണ്ടുവരുന്നത്, കാട്ടുപോയിട്ടല്ല. കോസലേഷു ഋഷ്യശിങ്കേ പുത്രിയാം ഇഷ്ടിമിഷ്ട്വ. പുത്രകാമേഷ്ടി നടത്തിപ്പിച്ചിട്ട് ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ പായസാഗ്ര്യം. ആ ഹോമകുണ്ടത്തിൽ നിന്ന് അത്ഭുതാകാരനായിരിക്കുന്ന ഒരു പുരുഷൻ ഉണ്ടായി പായസപാത്രത്തിൽ കൊണ്ടുവന്നു. ക്ഷ്മാഭൃതേ പായസാഗ്രം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഋഷ്യശിങ്കേ പുത്രിയാം ഇട്ടിമിട്ട ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ. ദശരഥ രാജാവിന് പായസം കൊണ്ടുവന്നു കൊടുത്തു യജ്ഞപുരുഷൻ. അപ്പം അതിനെ കൈകേയിക്ക് ഒരു ഭാഗം കൊടുത്തു, കൗസല്യയ്ക്ക് ഒരു ഭാഗം കൊടുത്തു. രണ്ട് കൂട്ടരും ഓരോ ഭാഗം ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു എന്ന് അധ്യാത്മരാമായണത്തിൽ പറയും. ആത്മീയരാമായണത്തിൽ ലേശം വ്യത്യസ്തമായിട്ടാണ് പറയണത്. രണ്ടാൾക്കും കൊടുത്തു, പിന്നെ ബാക്കിയുള്ളത് ഒരാൾക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ലേശം വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, സാധാരണ ഇങ്ങനെയാണ് പറയണത്. പകുതി കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്ത് ബാക്കി പകുതി സുമിത്രയ്ക്ക് കൊടുത്തത് കാരണം 2 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു. ശത്രുഘ്നനും ലക്ഷ്മണനും. ഭരതശത്രുഘ്നന്മാരല്ല, ലക്ഷ്മണനും ശത്രുഘ്നനുമാണ് സുമിത്രയ്ക്ക് ഉണ്ടായത്. സുമിത്രയുടെ പുത്രനായിട്ട് ലക്ഷ്മണനും ഉണ്ടായി. രാമസ്ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേനാഭി ശത്രുഘ്ന നാംന. അപ്പം ഭരതശത്രുഘ്നന്മാർ ഒപ്പം സഞ്ചരിച്ചു എന്നുണ്ടെങ്കിലും ലക്ഷ്മണനും ശത്രുഘ്നനുമാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത്. കൈകേയിയുടെ പുത്രൻ ഭരതൻ, കൗസല്യയുടെ പുത്രൻ ശ്രീരാമൻ. തത്ഭുക്തിയ തത്പുരന്ത്രീഷു സമം. 3 പത്നിമാരും ഒപ്പം ഗർഭവതികളായി. ജാതഗർഭാസു ജാതോ. അല്ലയോ ഗുരുവായൂരപ്പ, രാമസ്ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേനാഭി
ശത്രുഘ്ന നാംന. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ എന്ന പേരിൽ രാവണവധത്തിനായി അവതരിച്ചു. പുണർദം നക്ഷത്രത്തിലാണ് രാമൻ, പൂയം നക്ഷത്രങ്ങളൊക്കെ വിസ്തരിച്ച് പറയേണ്ട രാമായണത്തിൽ. രാമസ്ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേനാഭി ശത്രുഘ്ന നാംന. അങ്ങനെ രാമാവതാരം ഉണ്ടായി. ലോകത്തിലുള്ള ദുരിതങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം ദുരിതമേറ്റെടുത്തു. ഭഗവാന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ നല്ല ദുരിതമാണ് അല്ലേ? വനവാസം മുതലൊക്കെ സീതാപഹരണം മുതലൊക്കെ അങ്ങോട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ എത്ര ദുഃഖവും ദുരിതവും അനുഭവിച്ചു ഭഗവാൻ. ശരിക്കും ആ ഒരു ആംഗിളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ രാമായണം ത്യാഗത്തിൻ്റെയും കൂടിയിട്ട് ഉള്ള ഒരു കഥയാണ് എന്ന് പറയാം. സ്വയം ദുഃഖിക്കുകയാണ് രാമൻ ശരിക്കും ചെയ്തത്. പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് പോലും തൻ്റെ പത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോഴും ദുഃഖാ ബാക്കി കണ്ടോ. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലോകത്തിന് സുഖം ഉണ്ടാവാൻ. പലരും പറയാത്തൊരു പോയിൻ്റാണ്, രാമായണം ത്യാഗത്തിൻ്റെ കഥയാണ് അല്ലേ? ചിന്തിച്ചാൽ അങ്ങനെയല്ലേ? സ്വയം ദുഃഖം ഏറ്റെടുത്ത് രാവണനെ കൊന്ന് ലോകത്തിന് ശാന്തി നൽകി. അപ്പോൾ ഒരു ത്യാഗത്തിൻ്റെ കഥയും കൂടിയിട്ടാണ് രാമായണം എന്ന് പറയാം. ഗീർവാണേരത്യമാനോ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശിംഗേ. ഒന്നിച്ചുച്ചരിക്കാൻ വിഷമം വെച്ചാൽ മുറിച്ചുച്ചരിക്കുക. കോസലേഷു ഋഷ്യശിംഗേ. ഋഷ്യശിംഗേന്ന് കിട്ടില്ല. കോസലേഷു ഋഷ്യശിംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാദുഷി ദശരഥക്ഷ്മാവൃതേ പായസാഗ്ര്യം തത്മുക്ത്യാ തത്പുരംദ്രീഷഭി തിഥിച്ച് സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേനാഭിശത്രുഘ്ന നാംന. രാമായണത്തിൻ്റെ ഉൽപ്പത്തി, രാമായണത്തിൻ്റെ ഉണ്ടാവലൊക്കെ കുറേ പറയുകയാണ് ചക്ക. രാമായണത്തിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ വിസ്തരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോവും. ലോകം ഉള്ളിടത്തോളം കാലം ഈ രാമായണം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കും. അതായത് എല്ലാവരും ചെല്ലും എന്നാണ്. രാമായണം പാടിക്കൊണ്ടിരിക്കും. എത്ര കാലം വരേക്ക് ഭൂമിയിൽ മലകളും വൃക്ഷങ്ങളും ഉണ്ടോ അത്രയും കാലം ഈ രാമായണം പാടപ്പെടും എന്നാണ് പറയണത്. ഇപ്പോഴും കർക്കിടക മാസമായാൽ തുടങ്ങുക ഈ രാമ 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 അല്ലേ? അപ്പോൾ അതിനത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടല്ലേ ഇത് നിലനിന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത് ലോകമുള്ളിടത്തോളം ഉണ്ടാവുമെന്ന്. അന്ന് അത് പറയാൻ പറ്റുമോ? ഉണ്ടാവില്ലേ എന്ന് അറിയാത്ത കാലത്താണ് ഉണ്ടാവും എന്ന് പ്രവചിച്ചത്. അത് രാമായണത്തിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ്. അപ്പം എന്തായാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് രമയതി ഇതി രാമ, രോദയതി ഇതി രാവണ. മറ്റൊരാളെ കരയിപ്പിക്കുന്നവൻ രാവണൻ. ലക്ഷ്മണൻ ലക്ഷണങ്ങളൊക്കെ ഒത്തവൻ. ശത്രുഘ്നൻ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവൻ. ഭരതൻ ഭരതകാര്യത്തിൽ നിപുണൻ എന്നുള്ള പേരൊക്കെ ഇട്ടു എന്നും പറഞ്ഞിട്ടാണ് നാമകരണം. വലിയ ശ്ലോകം ആയതുകൊണ്ട് നമുക്കൊരു ശ്ലോകമൊക്കെ ഇതിൽ പറ്റുള്ളൂ ചിലപ്പോൾ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.